ഹായ്, പലരും എന്നോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഖുറാൻ പഠിക്കൂ, ഖുറാനെ പറ്റി കൂടുതൽ പഠിച്ചിട്ട് പറയൂ. ഞാൻ വാസ്തവത്തിൽ ക്ലബ് ഹൗസ് വരുന്നത് വരെ ഇതിന്റെ പറ്റിയുള്ള ഈ അങ്ങ് ഭയങ്കര ഡെപ്തിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ താല്പര്യപ്പെട്ട വ്യക്തിയല്ലായിരുന്നു. താല്പര്യമില്ല എന്നുള്ളതാണ്, അതിന്റെ ആവശ്യമില്ലല്ലോ. അത്യാവശ്യം നമുക്കങ്ങനെ ഒരു പ്രോബ്ലമെറ്റിക് ആയിട്ടുള്ള ഒരു റിലീജിയനായിട്ട് എനിക്ക് ഇസ്ലാം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വളരെ കംഫർട്ടായിരുന്നു. കാരണം ഞാൻ ദുബായിൽ 22 വർഷത്തെ എൻ്റെ പ്രവാസത്തിൽ ഞാൻ മനസ്സിലാക്കിയത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായ ഒരു മതമായിട്ട് തന്നെയാണ്. മാത്രമല്ല, സ്ത്രീകൾക്ക് നല്ല റെസ്പെക്റ്റും കൊടുക്കുന്ന ഒരു മതമായിട്ടാണ്. പിന്നീടാണ് ഇതിനെപ്പറ്റി ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറേ പണ്ഡിതന്മാർ ഇതിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീൻ കാണാൻ തുടങ്ങിയതും അതിനെതിരെയൊക്കെ നമ്മൾ ശക്തമായി പോസ്റ്റുകൾ ഇടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലബ് ഹൗസിൽ വന്ന സമയത്താണ് കാമിത ടീം വന്നിട്ട് ഒരു പ്രത്യേക ലെവലിൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞത്. അപ്പം എനിക്ക് ഒരുപാട് കമൻസ് അതിനെ ത്രൂ വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്നത്. ഒരുപക്ഷെ ഇപ്പം റീസെൻ്റ്ലി ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കഥയല്ല, ഇൻസിഡൻറ്റ്. ആ ഇൻസിഡൻറ്റിനെ തുടർന്ന് ആ പയ്യനെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവൻ എക്സ് മുസ്ലിമാണ്. അവൻ വെട്ടിക്കൊല്ലാൻ അമ്മയെ വെട്ടിക്കൊല്ലാൻ പ്രേരിപ്പിച്ചത് പോലും ഈ പറഞ്ഞ രീതിയിലുള്ള ചാനലുകൾ വാച്ച് ചെയ്യുകയും അവരിൽ നിന്ന് ഇത് ഉൾക്കൊണ്ടിട്ടാണ് ആ പയ്യൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതേപോലൊരു അനുഭവം ഞങ്ങൾ ക്ലബ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടു അവരും മറ്റൊരു ലെവലിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ അമ്മയുടെ ഗർഭധാരണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യവും. അപ്പം ഹദീസ് കാര്യങ്ങൾ അത് റിലേറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ അന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ടാണോ പലരും ഇത് മൗനം പാലിക്കുക, അല്ലെങ്കിൽ ജാമിത എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അത് അവിടെ കിടന്ന് അലക്കട്ടെ എന്ന ടൈമാണ്. പക്ഷെ അത് തിരുത്തണമെന്നും മാറ്റി പറയണമെന്നും പറയുന്നത് റിക്വസ്റ്റ് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ഉൾപ്പെടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കും പല രീതിയിൽ അങ്ങനെ സംസാരിക്കേണ്ടി പോലും വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതാണ് വസ്തുത എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ ഇസ്ലാം നാമധാരികളുടെ സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള ആക്രമണം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതല്ല. അതിനേക്കാൾ വൾഗറായിട്ട് അവരെ നമ്മളെ ആക്രമിച്ചു കളയുമായിരുന്നു. ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒരടക്കം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായി സംസാരിക്കുന്ന ഒരവസ്ഥ ഞാനും എത്തിയിരുന്നു. അന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത് ഈ പറയുന്ന രീതിയിൽ മുഹമ്മദ് നബിയുടെ അമ്മ അത്യാവശ്യം മോശപ്പെട്ട് നടന്നൊരു സ്ത്രീ എന്ന രീതിയിൽ തന്നെയാണ്. അതാണ് ജാമിത നമുക്കൊക്കെ തന്നിരുന്ന ഒരു ഇമ്പാക്റ്റ്. ഇന്നും ഏറ്റവും കൂടുതൽ സംഘികൾ അതെടുത്ത് വെച്ചാണ് പറയുന്നത്. സംഘികളുടെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അവർക്ക് സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി തൊട്ട് അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരുടെയും ജീവചരിത്രങ്ങളിൽ ഇത്രയും വൾഗറായ സംഗതികൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ഒരു വിഭാഗമാണ് സംഘികൾ. അവരുടെ ക്ലബ്ബുകളിൽ പോയിരുന്നിട്ടാണ്, അവർക്കൊപ്പം ഇരുന്നു കൊണ്ടാണ് കാമിത ഇത് പറയണേന്ന് ഓർത്തുപോയി. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കിതിവിടെ ചേർക്കണമെന്ന് തോന്നി. നോർമലി നിങ്ങൾ കേൾക്കാറുള്ളത് കോയ കാളിങ്ങിൽ ആരിഫ് ഹുസൈൻ സ്കോർ ചെയ്യുന്നതാണ്. അത് എനിക്ക് അപ്പോഴേ മനസ്സിലായ ഒരു കാര്യമാണ്. അയാൾക്ക് കിട്ടുന്ന എല്ലാ കോൾസൊന്നും അവിടെ ഉണ്ടാവത്തില്ല. നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ അത് അയാൾ പബ്ലിഷ് ചെയ്യില്ല. അയാൾക്ക് ഫേവറായിട്ടുള്ള സംഗതികളെ അയാൾ പബ്ലിഷ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പം അയാൾ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചൊരു സംഗതി നമുക്കൊന്ന് പബ്ലിഷ് ചെയ്ത് കേൾക്കാം. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ ഒരു വിഷയത്തിൽ ആധികാരികമായിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത്. കുറേ പണ്ഡിതന്മാരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ കൺവിൻസ് ആകുന്ന രീതിയിൽ തന്നെയുള്ള മറുപടികളാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറേ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പുസ്തകങ്ങളുടെ വിവരണമോ കാര്യങ്ങളോ അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഐ വിൽ ഗീവ് യു റെഫറൻസ്. നിങ്ങൾക്കത് വാങ്ങിക്കാം. അല്ലെങ്കിൽ അങ്ങനെ അയച്ചു തരുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അത്തരം പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. അതൊരു ഓഡിയോ ആണേ, അതൊന്ന് കേൾക്കാം. ഹലോ, നമസ്കാരം. ആരിഫ് സാറല്ലേ? നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അങ്ങയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അങ്ങ് ജാമിദ ടീച്ചറും കൂടി ഒരു ചർച്ചയില് അബ്ദുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ട് 4 വർഷത്തിന് ശേഷമാണ് ആമിന എന്നവർ ഗർഭിണിയായത് എന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എന്താണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം, എന്താണ് അതിന്റെ പ്രൂഫ് എന്നൊന്ന് പറയാമോ? ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ പ്രൂഫിനെ കുറിച്ച്. അതിൽ പറയുന്ന അൽ ഉമ്മ എന്ന് പറയുന്ന കിതാബ്, ആ ഗ്രന്ഥം ഇമാം ഷാഫി തങ്ങളുടെയാണ്. ഇമാം മാലിക് തങ്ങൾക്ക് അൽ ഉമ്മ എന്ന് പറയുന്ന ഒരു കിതാബില്ല. ഹലോ, ജാമിദ ടീച്ചറല്ലേ അതിനെ കുറിച്ച് പറയുന്നത്? ജാമിദ ടീച്ചറല്ലേ അതിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു അവിടെ തിരുത്തി കൊടുക്കുന്നുണ്ട് 4 മാസമല്ലേ എന്ന്, 4 വർഷമല്ലേ.
ജാമിതയാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നാണ് പുള്ളി പറയുന്നത്. അത് സത്യമാണ്. ജാമിതയാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതുവരെയും ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം, ജാമിത പറയുന്നതൊക്കെ ഹദീസുകളാണ്. അപ്പൊ ഹദീസ് എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ കണ്ടെത്തലുകൾ, അല്ലെ അവര് ആ ജീവിതചര്യയെ പറ്റിയിട്ടുള്ള അവലോകനങ്ങൾ നടത്തി എഴുതിയതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിന്റെ ഖുർആന്റെ വിവർത്തനമാണെന്നുള്ള രീതിയിലും പറഞ്ഞു കേൾക്കപ്പെടുന്നുണ്ട്. എന്ത് തന്നെ ആയാലും അതിനകത്തുള്ള അതായത് വൾഗറായിട്ടുള്ള സംഗതികളാണ് ജാമിത എടുത്തു വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. തെറ്റിദ്ധരിക്കപ്പെടുന്നതായതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലും ഒന്ന് വീഡിയോ ചെയ്തെങ്കിൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയത്. അപ്പം അത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില മൂല്യാക്കന്മാർ ചെയ്യുമ്പോൾ അവർ വളരെ അവരുടേതായ ഒരു വേ ഓഫ് അത് എല്ലാവർക്കും അത് അക്സെപ്റ്റൻസ് ആകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് പലരും അത് കേൾക്കാത്തത്, പലരേക്കും അത് എത്താത്തത്. ഇത് വാസ്തവത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയെടുത്തൊരു കള്ളക്കഥ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, ഈ ഒരു കഥ വിശ്വസിച്ചിട്ട് ഇത്രയധികം മോശമായി അതിനെ അവഹേളനപരമായ രീതിയിൽ പറയേണ്ടി വരുന്നവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിനെ ഇത്രയധികം മോശമായി പറയേണ്ടി വരുന്ന ഒരാളുടെ മനോഗണന ഒന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അത് ഇമാജിൻ ചെയ്താൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. വളരെ വേദന തോന്നുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത്രയും വലിയ കുറ്റം ചെയ്ത ഈ രണ്ട് വ്യക്തികളെ അതുകൊണ്ടാണ് നിരന്തരം വിമർശിക്കുകയും അവർക്കെതിരെ അത്രയധികം വീഡിയോ ഞാൻ ചെയ്യുന്നതിന്റെയും പിറകിലുള്ള എന്റെ പ്രചോദനം. തിരുത്തി കൊടുക്കുന്നുണ്ട്. ഏതാണ് പ്രൂഫ്? അതിന്റെ പ്രൂഫ് ഇത് തന്നെ. മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് വായിക്കുക. കണക്ക് കൂട്ടി നോക്കിയാൽ ഏത് ചരിത്രം എന്നത് പറയാമോ? ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾ എന്താ കരുതുന്നത്? 4 വർഷം കഴിഞ്ഞിട്ട് പ്രസവിച്ചു എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുന്നതാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? സാർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? അബ്ദുള്ള മരണപ്പെട്ടു, അതാണോ നിങ്ങളുടെ പ്രതീക്ഷ? 4 അബ്ദുള്ള എന്നിവര് മരണപ്പെട്ടു. അങ്ങനെയല്ല അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല അതിനകത്ത് കാണാൻ കഴിയുക. നിങ്ങൾ കാണാൻ കഴിയുക അബ്ദുള്ളയുടെ സഹോദരനും സഹോദരന്റെ മക്കളും അതുപോലെ അബ്ദുള്ളയുടെ മകനുമായിട്ടുള്ള ഇവര് തമ്മിലുള്ള പ്രായ വ്യത്യാസവും അവര് തമ്മിലുള്ള കാര്യങ്ങളും കണക്കൂട്ടി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി കാണാൻ പറ്റും. ചരിത്രം എഴുതി വെച്ചത് അത് കണക്ക് കൂട്ടുമ്പോഴാണ് അത് 4 വർഷത്തിന്റെ വ്യത്യാസം കാണാൻ കഴിയുന്നത്. അതാണ് അവിടെ നമ്മൾ പറയുന്നത്. നിങ്ങൾ ഈ മദ്രസ ജീവികളെടുത്ത് നമ്മളിത് പറയുമ്പോൾ ബുദ്ധിമുട്ട് നമുക്കറിയാം. കാര്യം നേരിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആക്ഷേപം കൊണ്ട് സാറ് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നതല്ല, ഇങ്ങനെ ഈ വിഷയം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും ഇത്തരം ഒരു ആക്ഷേപം ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു ഡിഫറൻറ്റ് ഉണ്ടല്ലോ എന്ന് അക്കാലഘട്ടത്തിൽ ആരെങ്കിലും ഇരുത്തിയ ശത്രുക്കളായ ചരിത്രകാരന്മാരുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തേനെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ശത്രുക്കളായ ചരിത്രകാരന്മാർ പോലും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പുതിയ ശത്രുക്കൾ വന്നു, പുതിയ വാദങ്ങൾ വരണ്ടേ? നിങ്ങൾ പഴയത് തന്നെ പറഞ്ഞാൽ പറയും, പഴയത് തന്നെ പറയണമെന്ന്. പുതിയത് പറഞ്ഞാൽ പറയാം, അന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയാം. ആരിഫ് ഹുസൈന് മുമ്പ് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പറഞ്ഞു, ജസ്റ്റ് ചരിത്രം. ജോസഫ് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ പറഞ്ഞിട്ടുണ്ട്, കോരൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ കേട്ടോ? സുകുമാരൻ പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ, അത് ഞാൻ ആരിഫ് ഹുസൈനെ ഞാൻ നിങ്ങൾക്ക് ജന്മം തന്നവരുടെ ഞാൻ നിങ്ങൾക്ക് ജന്മം തന്നവരുടെ ലിസ്റ്റ് അല്ല പറഞ്ഞത്. ആരിഫെ, നിനക്ക് ഒരു തെളിവ്, ഒരു മോനെടാ, നിന്റെ തെളിവില്ല. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ജോസഫ് പറഞ്ഞു, എടാ നീ നിങ്ങൾ വാര നോക്കിയാൽ ഇടുന്ന ചാണകം ഒട്ടകത്തിന്റെ ചാണകമാണെന്ന് നമുക്കറിയാം. നീ കോയാക്കോളെന്ന് നീ എഴുതി ഉണ്ടാക്കിയ നിന്റെ ചരിത്രങ്ങൾ പറഞ്ഞ് ഇപ്രകാരം ജീവിക്കണം പൊന്നുവാനെ. എന്റെ ചോദ്യത്തിനല്ലേ നമ്മൾ പറയണത്. എന്ത് പറഞ്ഞു? ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ കുരുപൊട്ടിയിട്ട് കാര്യം. നിങ്ങൾ പറഞ്ഞെന്താ? മാലിക് ഇമാമിന്റെ അല്ലുമ്മ എന്ന് പറയുന്ന കിതാബുണ്ട്. ഏത് അല്ലുമ്മേനാണെങ്കിൽ അതിനകത്തുള്ള സാധനങ്ങളല്ലേ നമ്മൾ പറയണത്. നിങ്ങൾ ഏതാ കിതാബ് നിങ്ങൾ പറയാം. ബഹുമാനപ്പെട്ട ഇമാം മാലിക്കിന് അല്ലുമെന്ന് പറഞ്ഞ കിതാബില്ല. ഇമാം ബഹുമാനപ്പെട്ട നിങ്ങൾക്കല്ല ബഹുമാനം, നമുക്ക് ബഹുമാനം പറ്റില്ല. ഓരോ കൂവറ ഇമാമിന്റെ പേര് പറഞ്ഞിട്ട് ഇമാം ഷാഫി ചരിത്ര ഗ്രന്ഥമല്ല, അത് ഫിഖിന്റെ ഗ്രന്ഥമല്ല. പോയി വായിക്കേ. എന്താണ് എത്ര കിതാബുകളുണ്ട്, വായിക്കേ. നീ എത്ര കാലം തുറന്ന് വായിക്കോയാ. തുറന്ന് തിന്നുപടാ പൊന്ന് മാണിക്കല്ലേ. എത്ര കാലം നീ ഇങ്ങനെ മനുഷ്യരെ തുറന്ന്
നിങ്ങൾ ഓർത്തോളം കാലം കോയമാർ ഇതേപോലെ കുരുപൊട്ടാൻ ബാക്കിയുള്ളിടത്തോളം കാലം നമുക്ക് കിട്ടിയില്ലേ? നിനക്ക് നല്ലൊരു പണി മറുപടി പറയണമെങ്കിൽ നിങ്ങൾ റേഡിയോ കിതാബെന്ന് അറിയാൻ വയ്യാത്ത നീ എന്ത് മറുപടി സംഖ്യകളെ വിളിച്ചിട്ട് അവരെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ നീ എഴുതിയ സ്ക്രിപ്റ്റിൽ ചോദ്യം പറ്റിയ പണി തുറക്കാൻ പോകും. ഇതിനെക്കാട്ടി അന്തസ്സുണ്ട്. ഭിന്നിപ്പിച്ച് ചോര ഞാനും പെണ്ണും കെട്ടവനായിട്ട് എത്ര ഹൈറുണ്ടടാ, എത്ര ഹൈറുണ്ട് കോയ. അയ്യടാ കോയ. ഒരു കാര്യം പറയാൻ പറ്റുമോ? എടാ നിന്റെ മറ്റേ തുണി ചേർക്കുന്നുണ്ടാ? ഇന്നത്തെ വെളിച്ചെണ്ണ പ്രയോഗം കഴിഞ്ഞോ? ഇന്ന് എത്ര കുട്ടികളെ വെളിച്ചെണ്ണ പ്രയോഗിച്ചു? പെണ്ണുങ്ങൾക്ക് ലൈംഗിക പൂർത്തീകരണം കിട്ടുന്നില്ല. അതുകൊണ്ട് നിന്റെ മോന്തക്കോട്ട് പേപ്പർ നിന്റെ കോടതി വികാരത്തിന്റെ തീവ്രത നീ ആയാടാ. നീ ഒരു കാര്യം ചെയ്യ്, പെണ്ണുങ്ങളുടെ ചോദനയൊക്കെ എടാ ഞങ്ങളുടെയൊക്കെ ഭാര്യമാരെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാ. നിന്റെ പെണ്ണുകൊണ്ട് പോയത് എടാ നിനക്ക് നിന്റെ കൊണ്ട് 3 ഭാര്യമാരെ പോയി. ഞങ്ങളോടുണ്ടാ. ഞങ്ങളുടെ ചെത്തിയിലാണെങ്കിൽ ഞങ്ങൾ അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട്. നിനക്ക് ഈ ഒലക്കൊണ്ട് എന്താ? നിനക്ക് ഈ ഉണ്ടായി? നീ ആർക്കെങ്കിലും വിശ്വാസിയെ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല, കളിയാക്കലുകളാണ്. ഞാനിത് ആദ്യമേ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഈ ഒരു വിഷയം പബ്ലിഷ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പറഞ്ഞു നടക്കുന്നതും കാമിതയാണ്. കാമിത മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ജോസഫും പറഞ്ഞിട്ടില്ല, സുമാനും പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു അവഹേളനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാമിത മാത്രമാണ്. ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി കേസിനെ പറ്റി സംസാരിച്ചപ്പോൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അബ്രോഡിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവർക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും, ആംനസ്റ്റി വിസ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കേസുകൾ കൊടുക്കുന്നത് എന്നുള്ള ടേമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് പലരും പറയുന്നത് നമുക്കങ്ങനെ കേസ് കൊടുക്കണ്ട, കേസ് കൊടുത്തല്ലേ. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി പറയണതാണ്. ആംനസ്റ്റി വിസ വന്ന് അയാൾ അവിടെ പോയിരുന്നിട്ട് ഇതുപോലെ ഓൺലൈൻ ത്രൂ കളിച്ചോട്ടെ, അതിന് യൂട്യൂബിൽ കൂടെ മറുപടി കൊടുത്താൽ പോരെ. ഇത് ഈ സംഘികളുടെ കൂടെ സംഘികളുടെ വേദി പങ്കിടാൻ നടക്കുന്നതിലെ പ്രശ്നം, അതല്ലേ ഏറ്റവും വലിയ പ്രോബ്ലം. അനാവശ്യമായ കുപ്രചരണം ഹിന്ദുമത വിശ്വാസികളുടെ അടുത്ത് പോയിരുന്ന് പറഞ്ഞു കൊടുക്കുന്നതിലെ തെറ്റ്. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു കലാപം ഉണ്ടാകുന്നിടം വരെ ഇതിങ്ങനെ മൗനമായി തുടരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പറയുന്ന സ്ത്രീ പക്കാ ഫ്രോഡാണ്. അവരെ കൂടെ നിൽക്കുന്നവർ അതിനേക്കാൾ വലിയ ഫ്രോഡുകളാണ്. ഇവൾ പറയുന്നവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ ചെരുപ്പൂത്തി, അയാൾ പിന്നെ ഇസ്ലാം മത വിശ്വാസിയാണെന്ന്. ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് മുഹമ്മദ് നബിയെ പറ്റി ഇത്രയും വലിയൊരു അവഹേളനം പറഞ്ഞ സ്ത്രീക്കൊപ്പം ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം അതൊരു വലിയ കളവാണെന്നറിയാം. മൊത്തം കളവുകളുടെ ഒരു വലിയ കോട്ട കെട്ടിയിട്ട് കാമിതയും ഈ പറയുന്ന സംഘിയും കൂടെ അതിനകത്ത് കയറി കുത്തിയിരുന്നിട്ട് ആളുകളെ നോക്കി പല്ലിളിച്ച് കാണിക്കുന്നു എന്നതിനപ്പുറം ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതയായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാകാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇയാൾ പറയുന്ന കളവുകൾ നിരന്തരം ഇപ്പം 5 മാസം മുമ്പ് UA ടീം പറഞ്ഞിരുന്ന ആ ഒരു വിഷയം വീണ്ടും എടുത്തു വെച്ച് പറയാനുള്ള അവൻ്റെ തൻ്റെ ഇടം ആലോചിച്ച് നോക്കും. അത് പക്കാ നുണയാണെന്നും അതങ്ങനെ അല്ല എന്നും UA ടീം കൃത്യമായി അവരുടെ ചാനലിൽ കൂടെ പുറത്തിട്ടിട്ടുണ്ട്. എന്നിട്ടും ഇരുന്നു കൊണ്ട് അങ്ങനെയല്ലതാ ഇങ്ങനെയാണ് എന്ന് ഉറച്ചു നിൽക്കുന്ന എന്താണ്? ഇപ്പം അമ്മ 16 പേർക്കൊപ്പം പോയി തൻ്റെ ആരെന്നറിയാൻ വയ്യാതെ ജനിച്ചു. അല്ല എൻ്റെ തന്ത ഇതാണെന്ന് അവൻ പറയുന്ന കണക്കാണ് ഈ ഒരു വർത്തമാനം എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയം എനിക്കൊരാൾ കൊണ്ടുവന്ന് ഇട്ട് തന്നെയാണ്. നിങ്ങൾ സ്ഥിരം പറയുന്നു അവിടെ വേറെ ആരും വിളിക്കുന്നില്ല, ബോധമുള്ളവർ വിളിക്കുന്നില്ല അന്ന്. അതങ്ങനെയല്ല. നിങ്ങൾ ബോധമുള്ളവരും ഇല്ലാത്തവരും അവനെ വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. അവൻ്റെ ആളുകളെ വെച്ച് കോയ കാളിങ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ഗിമിക്ക്, അതിനപ്പുറം ഒന്നുമില്ല. കോയ എന്ന് പറയും. ഇവൻ എന്ത് മാനത്തുനിന്ന് പൊട്ടി വീണതാ? അതേ ഏതെങ്കിലും സംഘി കയറി ഉണ്ടായതാ? ഇവൻ്റെ തള്ള സംഘിക്കൊപ്പം കിടന്നപ്പോൾ ഉണ്ടായതാണ് ഇവൻ കോയാക്ക് തന്നെ ഉണ്ടായതല്ലേ, ഒരു മുറിയണ്ടിക്ക് ഉണ്ടായത് തന്നെയല്ലേ. പിന്നെന്താ അത്ര വിഷമം? അത് പറയുമ്പോൾ അത്ര വേദന എന്താ അവന്? അങ്ങനെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യണ എന്തിനാണ്? അപ്പം അത് തിരിച്ചു പറയാനുള്ള ആർജവമില്ലായ്മയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ ഒരു വസ്തു കൃത്യമാണ്. പുള്ളി ചോദിച്ച ചോദ്യത്തിന് അവന് ഉത്തരവില്ല. പകുതിയിലേറെ വിഷയം കാണാപ്പാഠങ്ങൾ പഠിക്കുക, നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറം ബാക്കിയെല്ലാം ഇവന് ആയത്തും ബാക്കിയുള്ളതും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാമിതയാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്തുകൊണ്ട് കേസ് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ കുറച്ച് മെനക്കിടുമ്പോൾ ഒരിച്ചിരി അഹങ്കാരം ഒന്ന് കുറയുവേ. ഈ ഡിവൈസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അത്യാവശ്യം ഫണ്ടും കിട്ടിക്കൊണ്ടിരിക്കുമ്പം ഇതുപോലുള്ള തോന്നിവാസങ്ങൾ തോന്നും. അത് കുറച്ച് ഫണ്ടൊക്കെ ചിലവാക്കുന്ന തരത്തിൽ നമ്മളൊന്ന് ശരിക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറേ അടക്കം ഉണ്ടാകും എന്നുള്ളതാണ്.
നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മളും ഉറച്ചു നിന്നൊരു കഥയുണ്ടായിരുന്നു, ഒന്നും ആരിൽ നിന്നും ഒന്നും വാങ്ങിക്കില്ല എന്ന്. നമുക്ക് പോലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേസുകൾ. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം പണി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പകരം നമ്മളവരെ ഉപദ്രവിക്കാൻ കയറി കഴിഞ്ഞാൽ ആംനസ്റ്റി വിസ ഉറപ്പാണ്. മാത്രവുമല്ല ഇവന്മാർ ആദരിക്കും, മാലയിട്ട് സ്വീകരിച്ച് വേണമെങ്കിൽ ഇവന്മാരെ അമ്മയെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യും ആരിഫിനെ. അപ്പോൾ അത് സൂക്ഷിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.